നല്ലേപ്പിള്ള അണ്ണൻതോട് ഇന്ന് വൈകിട്ട് 4:10 കൂടിയാണ് അപകടമുണ്ടാകുന്നത്. തൃശ്ശൂരിൽ നിന്ന് കൊഴിഞ്ഞാമ്പാറയ്ക്ക് വരുന്ന ബസ്സും അതോടൊപ്പം തന്നെ കൊടുവായൂരിൽ നിന്ന് കൊഴിഞ്ഞാമ്പാറയിലേക്ക് എത്തുകയായിരുന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഏതാണ്ട് 4:10 കൂടി വലിയ ശബ്ദം കേട്ടാണ് ആളുകൾ ഇവിടേക്ക് ഓടിയെത്തിയതും ഈ ബസ്സിന്റെ മുന്നിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രികളിലേക്ക് മറ്റും മാറ്റിയത്. ഇവിടെ ഒരു കട നടത്തുന്ന ചേട്ടൻ, അദ്ദേഹം അടക്കം ഈ ശബ്ദം കേട്ട് ഇവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. നിങ്ങൾ ശബ്ദം കേട്ട് ഇവിടേക്ക് എത്തുമ്പോൾ ആദ്യം കണ്ടത് എന്താണ്? ആൾക്കാർ കരയുന്നത് വേദനത്തിൽ കരയുന്ന സീനാണ് കണ്ടത്. ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് ഒരാൾക്കാരും കണ്ടു. നന്നായിട്ട് പരിക്കുണ്ടായിരുന്നു. പരിക്ക് പറഞ്ഞാൽ 2-3 പേർക്ക് നല്ല പരിക്കുണ്ട്. ഡ്രൈവർക്ക് നല്ല അടിയും തോന്നുന്നു. കാരണം കൈയൊക്കെ അതിൻ്റെ ഉള്ളിൽ പട്ടിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. സ്ഥിരം അപകട മേഖലയല്ലേ? അപകടമല്ല, വർഷങ്ങളായിട്ട് മുമ്പാണ് ഉണ്ട്. എപ്പോഴും കുറച്ചായിട്ടൊന്നും ഇവിടെ ഒന്നും എന്തായിട്ടില്ല. ഇപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല. അത് നീലകണ്ഠം ബസ്സാണ്, കൊഴിഞ്ഞാമ്പാറയ്ക്ക് പോകേണ്ട നീലകണ്ഠം. ഈ ബസ്സുകൾ അമിത വേഗതയിലായിരുന്നു, അതുകൊണ്ടാണോ അപകടം സംഭവിച്ചത്? എന്താണ് നിങ്ങൾക്ക് സമയത്തൊന്നും അമിത വേഗതയല്ല. കാരണം ഞായറാഴ്ച ഒന്നും ഇല്ല. നിറയെ ആളുണ്ടായിരുന്നു. കുറച്ച് പേര് എന്തോ ഉണ്ടായിരുന്നു. ഈ ഞായറാഴ്ച ആയതുകൊണ്ടോ കമ്പി ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ ഈ ബസ്സുകൾ ഇവിടുന്ന് നീക്കം ചെയ്യുന്ന, അതായത് ബസ് 2 ഭാഗത്തേക്ക് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പൊ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ കുറച്ച് പേര്, അവർ പെട്ടെന്ന് ഇവിടേക്ക് ഇത് കേട്ട് ഓടിയെത്തിയ ആളുകളാണ്. നിങ്ങൾക്ക് എന്താ ഇവിടേക്ക് വന്നപ്പം അപ്പൊ കാണാൻ പറ്റില്ല? ഇല്ല ഏട്ടാ, ഞങ്ങൾ ശബ്ദം കേട്ടിട്ടാണ് വന്നത്. വീട്ടിനുള്ളിലായിരുന്നു. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ 2 ബസ്സും കൂടി ഇടിച്ചിട്ട് പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ താഴെ 2 പേര് കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എടുത്തു. പിന്നെ കുറച്ച് പേർക്ക് കാലില് മുഖത്തൊക്കെ നല്ല ബ്ലഡൊക്കെ കുലുക്കിയിട്ടാണ്. മുന്നിലിരുന്ന ആളുകൾക്കാണോ പരിക്ക്? മുന്നിലിരുന്ന ആൾക്കാർക്ക് ആയിരിക്കും, കാരണം അവർ തെറിച്ചിങ്ങനെ വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ ചേച്ചി റോട്ടിൽ വീണ് കിടക്കുകയാണ്. എല്ലാവരും കൂടെ ഓടി വന്ന് ഒക്കെ പിടിച്ച് വണ്ടി ആംബുലൻസ് ഒക്കെ വന്ന് അങ്ങനെ കയറ്റി വിട്ടു. 2 ബസ്സിലും നിറയെ ആളുണ്ട്. 2 ബസ്സിലും ആളുണ്ട്. ഈ വണ്ടിയിൽ നല്ല കുറേ ആളുണ്ട്. മുൻഭാഗത്തുള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ. ആളുകളാണ് വീണെന്നാണ് തോന്നുന്നത്. നമുക്ക് കണ്ടിട്ടില്ല. ഞങ്ങൾ വരുമ്പോൾ റോട്ടിൽ കിടക്കണതായിരുന്നു കണ്ടത്. എന്തായാലും ഈ പരിക്കേറ്റ മുഴുവൻ പേരെ ഇതിനോടകം തന്നെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബസ് 2 ഇവിടുന്ന് നീക്കം ചെയ്ത് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.